ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പേര് ബിജു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇന്നലെ എനിക്കൊരു പോസ്റ്റർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് നെയ്യാറ്റിങ്കര KSRTC ഡിപ്പോയിൽ നിന്നും ബഡ്ജറ്റ് ടൂറിസം വഴി പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനം പോകുന്നു. ഈ മാസം 27-ാം തീയതി ഒരാൾക്ക് 1230 രൂപയാണ് അവർ ചാർജ് ചെയ്തിരിക്കുന്നത്. അതായത് ആറന്മുള വള്ളസദ്യ ഉൾപ്പെടെ. ശ്രദ്ധിക്കുക, ആറന്മുള വള്ളസദ്യ ഉൾപ്പെടെ. ഇതിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, രാത്രി ഡിന്നർ ഇല്ല. അപ്പം ഒരു നേരത്തെ ആഹാരം വള്ളസദ്യ അത് ഒരു നേരത്തെ ആഹാരമായിട്ട് കൂട്ടണ്ട, കാരണം നമുക്കറിയാമല്ലോ വള്ളസദ്യ ആ ഒരു ആചാരപ്രകാരം കഴിക്കുന്നതാണ്. അപ്പൊ അതുൾപ്പെടെ അവർ ചാർജ് ചെയ്തിരിക്കുന്നത് 1230 രൂപയാണ് ഒരാൾക്ക്, കേട്ടോ. ഒരാൾക്ക് അവർ ചാർജ് ചെയ്തിരിക്കുന്നത് 1230 രൂപയാണ്. അപ്പോൾ ഞാൻ ഈ പോസ്റ്റർ കണ്ടപ്പോൾ ആദ്യം ഒന്ന് ഡൗട്ട് അടിച്ചു, 1230 രൂപ അത്രയുണ്ടോ? അപ്പൊ ഞാൻ ആ ക്ഷേത്രങ്ങളൊന്ന് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് പോണത് എന്ന് നോക്കാം. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് തൃച്ചിച്ചാറ്റ് മഹാവിഷ്ണു ടെമ്പിള്, തൃപ്പുലിയൂർ മഹാവിഷ്ണു ടെമ്പിൾ, തിരുവാറന്മുള പാർത്ഥസാരഥി ടെമ്പിള്, തിരുവണ്ടൂർ മഹാവിഷ്ണു ടെമ്പിൾ, തൃക്കൊടിത്താനം മഹാവിഷ്ണു ടെമ്പിൾ, പാണ്ഡവർക്കാവ് ദേവി ടെമ്പിൾ, പിന്നെ കവിയൂർ ഗുഹാക്ഷേത്രം. അപ്പം ഈ 7 അമ്പലങ്ങളിലാണ് അവർ പോകുന്നത്. അപ്പൊ പാണ്ഡവ ക്ഷേത്രം കൂടാതെ, പഞ്ചപാണ്ഡവ ക്ഷേത്രം കൂടാതെ 2 ക്ഷേത്രങ്ങളിൽ കൂടി അവർ ദർശനം നടത്തുന്നുണ്ട്. ഓക്കെ, അതൊക്കെ കൊള്ളാം. അപ്പൊ ഞാൻ ഇതിന്റെ കിലോമീറ്ററുകളൊന്ന് നോക്കി. കിലോമീറ്റർ നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് 400 കിലോമീറ്ററോളം ആകുന്നുണ്ട് ഈ പോയി വരുന്നതിന്. ഈ ക്ഷേത്രങ്ങളെല്ലാം കണ്ട് തിരിച്ച് നമുക്ക് നെയ്യാറ്റിങ്കര എത്തുന്നതിന് 400 കിലോമീറ്ററോളം ആകുന്നുണ്ട്. അപ്പം ഇതിന്റെ ഈ ബഡ്ജറ്റ് ഒന്ന് കൂട്ടി നോക്കാന്ന് വിചാരിച്ചു. നോക്കിയപ്പോഴത്തേക്ക് ഒരാൾക്ക് 1230 രൂപ വെച്ച് 50, 55 സീറ്റ് ഉണ്ട് KSRTCക്ക്. അപ്പൊ നമുക്ക് 50 ഇട്ട് കൂട്ടാം. കാരണം നമുക്ക് ടൂറിസ്റ്റ് ബസ്സിന് 50 അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ 50 ഇട്ട് കൂട്ടാം. ആ 50 ഇട്ട് കൂട്ടിയപ്പോഴത്തേക്ക് 1230 ഇൻറ്റു 50 61,500 രൂപ. 61,500. ഈ 61,500 നമുക്ക് ഇവരെ വള്ളസദ്യക്ക് ഒരു ചാർജ് ഉണ്ട്, എന്നുവെച്ചാൽ ഓൺലൈൻ ചാർജ്. അപ്പൊ അതിന് വള്ളസദ്യ അകത്ത് വഞ്ചിപ്പാട്ട് ഉൾപ്പെടെ കഴിക്കുന്നതിന് ഓൺലൈൻ വഴി ഒരാൾക്ക് 300 രൂപയും, പുറത്ത് പാഞ്ചജന്യ ഓഡിറ്റോറിയത്തിൽ ഒരാൾക്ക് 225 രൂപയാണ് ഓൺലൈനിൽ ഉള്ളത്. അപ്പൊ അതില് ഇവർക്ക് KSRTC സ്പെഷ്യൽ പാസ് ഉണ്ട്. അപ്പൊ അവർക്ക് അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് റേറ്റ് കുറയാനാണ് സാധ്യത. എങ്കിലും നമുക്ക് 225 രൂപയുടെ പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലാണ് അവരും ഇത്തവണ എടുത്തിരിക്കുന്നത്. അപ്പൊ അത് നോക്കുമ്പോഴത്തേക്ക് 225 ഇൻറ്റു 50 കണക്ക് കൂട്ടുമ്പോഴത്തേക്ക് മൊത്തത്തിൽ 11,250 രൂപ അതിന് വരുന്നുണ്ട്. 11,250. അപ്പം ഈ 61,500 നിന്നും 11,250 രൂപ കുറയ്ക്കുമ്പോഴത്തേക്ക് 50,250 രൂപയാണ് ഈ വണ്ടിക്ക് വാടക ഇനത്തിൽ ഈ KSRTCക്ക് ലാഭമായി കിട്ടുന്നത്. അതായത് KSRTCക്ക് 50,250 രൂപയാണ് ആ യാത്രയിൽ വണ്ടിക്ക് വാടകയായി തിരിച്ചു വരുന്നത്. അപ്പൊ ഞാൻ അന്ന് കണക്ക് കൂട്ടി, നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിനാണെങ്കിൽ ഇത്ര അധികം റേറ്റ് ആകുമോ എന്ന് കണക്ക് കൂട്ടി. അപ്പൊ അതിൽ ഞാൻ ഇതങ്ങ് മാറ്റാം. ഏതാ? ഈ വള്ളസദ്യ അങ്ങ് ഒഴിവാക്കാം. വള്ളസദ്യക്ക് നമുക്ക് അറിയാം 11,250 വെക്കാം. അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒരു റേറ്റ് 400 കിലോമീറ്റർ ഓടാനായിട്ട് നമുക്ക് ടൂറിസ്റ്റ് ബസ്സിനാകുന്നത് ഏകദേശം 25,000 രൂപയാണ്. 25,000 രൂപയൊന്നും ആകത്തില്ല, പക്ഷെ എങ്കിലും ചിലപ്പോൾ 25,000 ആകാം. ഞാൻ ഒരു ഉദ്ദേശ കണക്ക് പറഞ്ഞതാണ് കേട്ടോ. ഞാൻ ഡ്രൈവറാണ്, ഞാൻ എൻ്റെ വണ്ടിക്ക് റേറ്റ് ഒന്നും കൊടുക്കുന്ന ഒരാളല്ല. എങ്കിലും ഞാനൊരു ഉദ്ദേശ കണക്ക് പറഞ്ഞതാണ്. ഇപ്പൊ 25,000 രൂപ ഏറ്റവും കുറഞ്ഞത് വെക്കാം, അല്ലെങ്കിൽ ഒരു 30,000 വെക്കാം. അപ്പൊ അങ്ങനെ 25,000 അല്ലെങ്കിൽ 30,000 വെക്കുമ്പോൾ തന്നെയും 25,000 നമുക്ക് ഈ ഒരു 11,250 കൂട്ടുമ്പോഴത്തേക്കും 25,000 പ്ലസ് 11,000 ആകുമ്പോഴത്തേക്കും 21, ഏകദേശം 30 സംതിങ്ങേ വരുന്നുള്ളൂ. ആ 30 സംതിങ് വരുന്നിടത്താണ് ഈ ഏകദേശം 61,500 വരുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ ഈ 11,250 നമ്മളിപ്പോ വാങ്ങിക്കുന്നില്ല. നമുക്ക് ഓൺലൈൻ നമുക്കിപ്പോ ബുക്കിംഗ് വന്നാലും വള്ളസദ്യ ഞങ്ങൾ എടുക്കുന്നില്ല. കാരണം വെച്ചാൽ ഇവർ പറയുന്ന സമയത്ത് നമുക്ക് അവിടെ ഓടി എത്താൻ പറ്റില്ല, പിന്നെ അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പോ നിലവിൽ നമ്മൾ അങ്ങനെ എടുക്കാറില്ല. പക്ഷെ എങ്കിൽ തന്നെയും ഇവർ അതും കൂടെ ചേർത്തിട്ടുള്ള റേറ്റ് നോക്കുമ്പോഴത്തേക്ക് വണ്ടി വാടക ഇനത്തിൽ, ഞാൻ വണ്ടി വാടകയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്, മറ്റേ വള്ളസദ്യയുടെ കാര്യം ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാൽ അത് സ്വാഭാവിക മാന്യമായിട്ട് റേറ്റാണ്, അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ വണ്ടി വാടക ഇനത്തിൽ അവർക്ക് കിട്ടുന്ന ലാഭമായിട്ട് കിട്ടുന്നത് ഈ 50,250 രൂപയാണ്. നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിന് കിട്ടുന്നത് ഏകദേശം 25,000 രൂപയാണ്. 25,000 അല്ലെങ്കിൽ 30,000 രൂപയാണ്. 50,000 രൂപ ഇവിടെ കിടക്കുന്നു, 25,000 അല്ലെങ്കിൽ 30,000 രൂപ ഇവിടെ കിടക്കുന്നു. നോൺ AC ബസ്സിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അതേപോലെ തന്നെ അവരുടെ KSRTC ബസ്സിന്റെ കാര്യം നമുക്കറിയാം. എങ്ങനെയാണ് KSRTC ബസ്സിന്റെ യാത്ര എങ്ങനെയാണ് എല്ലാം നമുക്കറിയാന്നുള്ളത്. പക്ഷേ ടൂറിസ്റ്റ് ബസ്സിന്റെ യാത്ര എങ്ങനെയാണെന്ന് അതെല്ലാം നമുക്ക്, ടൂറിസ്റ്റ് ബസ്സിനാകുമ്പോഴത്തേക്ക് നല്ല കുഷൻ സീറ്റ് മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഇതിന് കുഷൻ സീറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാ KSRTC തന്നെയാണ് ഇതിന് യാത്ര പോകുന്നത്.
പക്ഷേ ഇത്ര അധികം റേറ്റ് എന്തിനാണ് അവർ വാങ്ങിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്കറിയത്തില്ല. ഈ ബഡ്ജറ്റ് ടൂറിസം എന്ന് അവർ പറയുന്നത് ബഡ്ജറ്റ് കൂടുന്നതിനാണോ ബഡ്ജറ്റ് ടൂറിസം എന്ന് അവർ പറയുന്നത് എന്ന് എനിക്കൊരു അറിയാനുള്ള ഒരു ത്വര കൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും എടുത്തിരുന്ന് കണക്ക് കൂട്ടി ഞാൻ നോക്കിയത്. എന്തായാലും കൊള്ളാമല്ലേ, ജനങ്ങളെ ഏത് രീതിയിലൊക്കെ പറ്റിക്കാം, അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാം എന്നാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താല്ലേ നമ്മുടെ ജനങ്ങൾക്ക് എന്താണ് തിരിച്ചറിവ് ഉണ്ടാവുന്നതാണ്.